ഈ പുസ്തകം കാണുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ എന്താണെന്ന്. ഒരുപാട് നാളാണ്ട് കൊതിച്ച ഒരു പുസ്തകമാണ് റാം കെയർ ഓഫ് ആനന്ദി. ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന റാം എന്നാണ് കേട്ടോ. കുറേ കാലം കൊണ്ട് വിചാരിക്കുന്നു വായിക്കണമെന്ന്. പുസ്തകങ്ങളൊന്നും വായിക്കാൻ പറ്റുന്ന ഒരു മൂഡില്ല. ഓക്കെ, അപ്പോൾ പുസ്തകം ഇന്നലെ അമ്മു ബുക്ക് ചെയ്ത് അമ്മുവാണ് ബുക്ക് ചെയ്തത്. അമ്മുവിൻ്റെ വീട്ടിൽ വന്നത് അമ്മു കൊടുത്തയച്ചു. അതിന് വായിക്കണം, പുസ്തകം വായിക്കണം. ഇനി അടുത്ത് നമ്മൾ ചോറ് കഴിക്കാൻ പോവുകയാണ്. ഓക്കെ, ചോറിന് ഇന്ന് നമ്മൾ കുറേ ദിവസമായില്ലേ നമ്മൾ ചോറ് വിളമ്പിയിട്ട്. യെസ്, പിന്നെയും മതി, പിന്നെയും ചോർ. എന്നിട്ട് നമ്മുടെ മാങ്ങ അച്ചാർ, മുരിങ്ങയില തോരൻ. എൻ്റെ ഫേവറേറ്റ്. ഇതര മഞ്ഞ് പറയ്ക്കുക പാത്രം. മറ്റു പാത്രം പറക്കുന്നു. മഴക്കോളുണ്ട്. അച്ചാറ് സൂപ്പറാണ്. നല്ല അച്ചാർ. ഞാനൊരു അച്ചാർ ഭ്രാന്തിയല്ല, പക്ഷെ എനിക്ക് ഇങ്ങനെ ചില അച്ചാറുകൾ ഭയങ്കര ഇഷ്ടമാണ്. ആള് വന്നാമ്മ ചമ്മന്തി വേണോ? ചമ്മന്തി വേണ്ട, എനിക്ക് കൊഞ്ച് കറി, മാങ്ങ അച്ചാറ്, തോരൻ, പിന്നെ പുളിശ്ശേരി, ചമ്മന്തി. ഈ തോരനൊക്കെ നഷർക്കാനുള്ളതാണ്. നഷർക്കാൻ കഴിക്കട്ടെ. ഇതൊക്കെ കോരി വെച്ചത് ഞാൻ അറിഞ്ഞില്ല. കൊഞ്ച് കോരി വെച്ചത് ഞാൻ അറിഞ്ഞില്ല. ഇങ്ങോട്ടല്ല, ഇവിടെ ഇങ്ങോട്ട് ഓടിക്കുമോ? ഓക്കെ, അപ്പോൾ ഞാൻ കഴിക്കാൻ തുടങ്ങുകയാണ്. ഒരാൾ പറഞ്ഞേ മുടിയൊന്നും ആരും കെട്ടിയിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നു. നെഗറ്റീവായിട്ട് എടുക്കല്ലേ. ഈ ആൾക്കാർക്കൊരു ധാരണയുള്ള ഞാൻ പറയാം. ദീജല്ലോ പറഞ്ഞാൽ ദീജോട്ടനെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടും, അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് എടുക്കും എന്നൊരു ധാരണയുണ്ട്. തെറ്റാണത്. ഞാൻ തെറ്റുകളൊക്കെ ചെയ്യാറുണ്ട്. എനിക്ക് പറയുന്നതിലൊന്നും വിരോധമൊന്നുമില്ല. ഞാൻ വലിയ പെർഫെക്റ്റ് ആളൊന്നുമില്ലെന്ന് എപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ്. നല്ല കൊഞ്ചുമീനാണ്. അപ്പോൾ ഉച്ചയ്ക്ക് വെയിൽ വന്നു. കൊഞ്ചുമീൻ കിട്ടി. ഉമ്മച്ചി പാത്രമെല്ലാം വെയിലത്ത് വെച്ചിട്ട് വെയിൽ വന്നു. സൂപ്പർ. സിൻസി ടോമിയുടെ പ്ലേറ്റ്, മുരിങ്ങയില തോരൻ, ചമ്മന്തി, മോരുകറി. ഇതാണ് സംഭവം. മാങ്ങാച്ചാർ എടുക്കാം. സിൻസി ടോമിയുടെ പ്ലേറ്റ് സ്വന്തമാക്കിയേക്കാണ്. ഇനി സിൻസി ടോമിക്ക് അത് കൊടുത്തൂടെ ആ പ്ലേറ്റ്? കൊടുക്കൂല. സിൻസി ടോമി ഇവിടെ വന്ന് എടുത്തോണ്ട് പോട്ടെ. സിൻസി ടോമി, രാജേശ്വരി സനല്, പിന്നെ മോളി ചേച്ചി, പിന്നെ നമ്മുടെ വീഡിയോ മുടങ്ങാതെ കമന്റ് ഇടുന്ന മാങ്ങ, എല്ലാവർക്കും സ്നേഹം. മാങ്ങ ഒരു രക്ഷയില്ല എൻ്റെ കുഞ്ഞേ, സൂപ്പർ. നല്ല അച്ചാറാണ്. ഇന്ന് മദേഴ്സ് ഡേ ആണ്. അമ്മയ്ക്ക് അവിടെയൊക്കെ നടക്കുന്നത് മദേഴ്സ് ഡേ ആയിട്ട്. ഞാൻ സാധാരണ അച്ചാർ അങ്ങനെ ഉപയോഗിക്കുന്നതല്ല. അച്ചാർ ഉപയോഗിക്കും, എന്നാലും ഈ ചോറിൻ്റെ കൂടെ കറികളൊക്കെ ഒരുപാടുണ്ടെന്നുണ്ടെങ്കിൽ അച്ചാർ ഞാൻ അങ്ങനെ എടുക്കാറില്ല. പക്ഷേ ഈ അച്ചാർ അസാധ്യം. പോവാനാണ് പറഞ്ഞത്. മദേഴ്സ് ഡേ ആയതുകൊണ്ട് അമ്മയ്ക്ക് അറിയണേ കൊണ്ട് പോട്ടോ. ലോകത്തുള്ള എല്ലാവരും നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മദേഴ്സ് ഡേ ആശംസകളൊക്കെ പറഞ്ഞു. അപ്പം മദേഴ്സ് ഡേ ആയിട്ട് ഞാൻ കുട്ടി മദർ, ഞാനൊരു കുട്ടി മദർ എന്ന് പറഞ്ഞാൽ ചെറിയ പ്രായത്തിലുള്ള അമ്മ, ചെറിയ പിള്ളേരുടെ ദീജാമ്മു. കുറേ എൻ്റെ പിള്ളേരുണ്ടല്ലോ, ദീജാമ്മു എന്നാണ് എന്നെ വിളിക്കുന്നത്. മോനു, കുഞ്ഞി ഒക്കെ.
നിജാമു. അപ്പോൾ എല്ലാ കുഞ്ഞുമക്കൾക്കും മദേഴ്സ് ഡേ ആശംസകൾ. എൻ്റെ അമ്മയ്ക്ക്, എൻ്റെ അമ്മയെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് മാത്രമല്ല, എൻ്റെ അമ്മയുടെ അനിയത്തിമാരും കൂടെ ചേർന്നതാണ് എൻ്റെ അമ്മ. അല്ലാതെ അല്ല, കുഞ്ഞു മക്കൾക്കാണോ മദേഴ്സ് ഡേ ആശംസ? അല്ല, കുഞ്ഞു മക്കളുടെ അമ്മമാർക്ക്. അപ്പം എൻ്റെ അമ്മ മാത്രമല്ല, എൻ്റെ കുഞ്ഞമ്മമാരും കൂടി ചേർന്നതാണ് എൻ്റെ അമ്മ എന്ന ലോകം. ഇപ്പം കുഞ്ഞമ്മമാരൊക്കെ എല്ലാവർക്കും ആശംസ. പിന്നെ കുഞ്ഞമ്മമാരും മാത്രമല്ല, മാമിമാരും ഒക്കെ പെടും. അവരൊക്കെ ഒക്കെ എന്നെ കാര്യമായിട്ട് നോക്കിയ മാമിമാരൊക്കെ ഒക്കെ മദേഴ്സ് ഡേ ആശംസകൾ കേട്ടാ. എന്നെ കാര്യമായിട്ട് നോക്കുന്ന കാക്കച്ചിക്ക് മദേഴ്സ് ഡേ ആശംസകൾ. അമ്മയ്ക്ക് മാത്രമല്ലല്ലോ അമ്മയുടെ സ്ഥാനം. അമ്മയുടെ സ്ഥാനം കൊടുക്കുന്ന കുറേ പേര് കൂടെയൊക്കെ ഇല്ലേ. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ എൻ്റെ ഒരു അച്ഛനും കൊച്ചച്ഛനും ഒക്കെ അമ്മയുടെ സ്ഥാനം. അമ്മ ഒരാള്, അമ്മയുടെ അനിയത്തിമാര് കുറേ പേര്, മാമിമാര്, കാക്കച്ചിമാര്, ചേച്ചിമാര്, അളിയന്മാര്, എല്ലാവർക്കും മദേഴ്സ് ഡേ. ഉമ്മച്ചിമാര്, മമ്മിമാര്, എല്ലാവർക്കും മദേഴ്സ് ഡേ ആശംസകൾ. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും മദേഴ്സ് ഡേ ആശംസകൾ. അപ്പോൾ പറഞ്ഞ് അവസാനിപ്പിച്ചോ. നല്ല ചോറും കറിയും. അപ്പം എന്തൊക്കെയോ ബീജാമ്മ ഇവിടെ നിന്ന് തള്ളി മറിച്ചിട്ടുണ്ട്. അപ്പം ഇതാണ്. അപ്പോൾ എല്ലാവരും ചോറ് കഴിക്കാൻ വായോ. ചോറുണ്ട്, കറിയുണ്ട്, മോര് കറിയുണ്ട്, നല്ല പൊളപ്പൻ അച്ചാറുണ്ട്, നല്ല കൊഞ്ച് കറിയുണ്ട്. അത് കൂട്ടാത്തോണ്ടാണ് നല്ല അടിപൊളി കൊഞ്ച് കറി. അമ്മ എന്താ എനിക്ക് കൊഞ്ച് കറി തരാത്തത്? കരപ്പൻ വരും. കരപ്പൻ. അപ്പം ബൈ.